നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചക്ക ലഡുവാണ്. ഈ ചക്ക ലഡു ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിപ്പോഴൊരു മീഡിയം സൈസിലുള്ളൊരു വരിക്ക ചക്ക, പഴുത്ത വരിക്ക ചക്കയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നാക്കി നമ്മൾ കുരു കളഞ്ഞ് അതിൻ്റെ പുറത്തെ ആ ഒരു ഇതൊക്കെ കളഞ്ഞ് എടുത്ത ചക്കച്ചുളയാണ് ഈ കാണുന്നത്. ഇതിനാവശ്യമായ സാധനങ്ങൾ: ഒരു ഉണ്ട ശർക്കര, 5-6 ഏലക്ക, ഒരു ചെറിയ കഷ്ണം ചുക്ക്, ഉണക്കമുന്തിരി, ഗാർണിഷ് ചെയ്യാനായിട്ട് അണ്ടിപ്പരിപ്പ്. ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മൾ ചോറ് വയ്ക്കുന്ന അരിയാണ്. ഇത് നമുക്കൊന്ന് വറുത്തെടുക്കണം. അതിനു വേണ്ടി ഞാൻ അരി ശരിക്കൊന്ന് കഴുകി ഒരു പാനിൽ മീഡിയം ഫ്ലെയിമിൽ കഴുകിയെടുത്ത വെള്ളം പോയ അരി വറുത്തെടുക്കുകയാണ്. ചക്ക ഒന്ന് അരിഞ്ഞ് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. കുക്കറിൽ വേവിക്കുമ്പോൾ നമ്മൾ ഒരു 1/2 ഗ്ലാസിൻ്റെ അടുത്ത് വെള്ളം ചേർക്കണം. ചക്ക അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ഒരു പാൻ എടുത്ത് ശർക്കര ഒന്ന് പൊട്ടിച്ച് അതിനകത്തേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് ഗ്യാസിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ച് അരിച്ചെടുക്കണം. നമ്മൾ അരി വറുത്ത് വെച്ചേക്കുന്നത് അത് പൊടിച്ചെടുക്കണം. ഈ ചക്ക വെന്ത് കഴിയുമ്പോൾ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ച് ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കണം. വെള്ളം വറ്റണ വരെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. ആ വെള്ളം വറ്റാറാവുമ്പോൾ നമ്മൾ ഈ ശർക്കര പാനി അതിനകത്തേക്ക് ചേർക്കുക. ഒരു സ്പൂൺ നെയ്യ് ഒഴിക്കണം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നോളണം, അല്ലെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും, അടി പിടിക്കുന്നൊരവസ്ഥ പോലെ വരും. ഈ നേരം നമുക്കിത് ഗാർണിഷിങ്ങിന് വേണ്ടി ഒരു പാനിൽ നമുക്ക് മുന്തിരി അണ്ടിപ്പരിപ്പും വറുത്തെടുക്കാം നെയ്യ് ഒഴിച്ചിട്ട്. അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് നമുക്ക് ചുക്ക് പൊടിച്ച് ചേർത്ത് ഇതൊന്ന് ശരിക്കും ചൂടാറാൻ വെക്കണം. ചൂടാറി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് ഈ പൊടിച്ച അരി ചേർത്ത് ശരിക്കും ഉരുട്ടിയെടുക്കണം. ഇത് കുറേ ഔട്ട് ഓഫ് സ്റ്റേറ്റിലുള്ളവർക്കൊക്കെ കൊടുത്തു വിടാൻ വളരെ നല്ല ഇതാണ്. ഫ്രിഡ്ജിൽ വേണമെങ്കിൽ കുറേ നാൾ ഇരുന്നോളും. അപ്പോൾ ഈ അരിപ്പൊടി ഇതിനകത്ത് ശരിക്കൊന്ന് ചേർത്ത് ഉണ്ടയാക്കി ചെറിയ ഉണ്ടയാക്കി നമുക്ക് ലഡു തയ്യാറാക്കാം. നമ്മുടെ ചക്ക ലഡു റെഡിയായി. ഇതെല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കണം.